കട്ടിളപ്പാളി സ്വർണ്ണക്കൊള്ളക്കേസിൽ സീനിയർ തന്ത്രിയായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്ന് റിമാൻഡ് ചെയ്തിരിക്കുന്നു. വൈകിട്ട് 8 മണിയോടുകൂടിയാണ് വിജിലൻസ് കോടതി ജഡ്ജിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. 14 ദിവസത്തേക്ക്, അതായത് 23-ാം തീയതി വരെയാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. ഏതെങ്കിലും തരത്തിൽ വൈദ്യ സഹായം ആവശ്യമാണെങ്കിൽ സബ് ജയിലിൽ നിന്ന് വൈദ്യസഹായം നൽകണമെന്നും ജഡ്ജി നിർദ്ദേശിച്ചിട്ടുണ്ട്. 13-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. പ്രധാനമായും ഇന്ന് അറസ്റ്റ് മെമ്മോയും അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഈ രണ്ട് റിപ്പോർട്ടുകളും മാതൃഭൂമി ന്യൂസ് ആണ് പുറത്തുവിട്ടത്. അതിൽ പ്രധാനമായും പറയുന്നത് ദേവന്റെ അനുജ്ഞ വാങ്ങിക്കാതെയാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത്. ഇതൊരു കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചനയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പാളികൾ കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായി അറിയാമായിരുന്നു. ആചാര ലംഘനമാണ് എന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നു. ആചാര ലംഘനം നടത്തിയിട്ടും അത് തടയാൻ തന്ത്രി തയ്യാറായില്ല. അത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. ഇത്തരത്തിലുള്ള ആചാര ലംഘനത്തെക്കുറിച്ച് ദേവസ്വം ബോർഡിനെ അറിയിക്കാൻ തന്ത്രി തയ്യാറായില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള വാദം. ആ വാദം കേട്ട ശേഷമാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കോടതി പോയതും. അതേസമയം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറയുന്നത് അനുജ്ഞ എന്നത് സംബന്ധിച്ച് ദേവനും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. മറ്റുള്ള ആചാരലംഘനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ കോടതിയിലാണ് ഇത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിലോ അറസ്റ്റ് മെമ്മോയിലോ പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നു. നിലവിൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യത്തക്ക നിലയിൽ യാതൊരു വാലിഡ് ഗ്രൗണ്ടുകളും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ട് മെയിനായിട്ട് ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം പൂജയ്ക്ക് കയറുമ്പോൾ ഇതിൽ അങ്കിയില്ലാതിരിക്കുന്നു. അദ്ദേഹം കണ്ടിട്ട് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല. ദേവസ്വം ബോർഡാണ് ഇത് ഉത്തരവ് കൊടുത്തു പോയിരിക്കുക. എന്ത് ലോജിക്ക് അതിനകത്തുള്ളത്? സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ബാധിച്ചത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം വേണം. അതുകൂടി പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും SIT നടത്തുക. വരും ദിവസങ്ങളിൽ തന്ത്രിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയും പ്രോസിക്യൂഷൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും.